നമസ്കാരം. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ജലം കൊണ്ട് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് മുറിവേൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രണ്ട് വാർത്തകളാണ് ഇന്ന് പ്രമുഖ പത്രങ്ങളിൽ ഓൺലൈനിൽ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളോ മറ്റ് പത്രങ്ങളോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള നിരാശാകരമായ ഒരു വസ്തുതയുമുണ്ട്. 1900 ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ളതാണ് പ്രശ്നമെങ്കിൽ മറ്റൊന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമാണ്. അതൊരു ജിയോ പൊളിറ്റിക്സ് ആണ്. 1990 മുതൽ 2017 വരെയുള്ള ഇന്ത്യയിലെ 10,476 തടാകങ്ങളും കുളങ്ങളും ജലസംഭരണികളും എന്നിവയുടെ ഉപഗ്രഹ ചിത്ര വീക്ഷണം നടത്തിയതിന് ശേഷം ഇവയിൽ 44.8% ജലാശയങ്ങളും ഉപരിതല വിസ്തീർണം കുറഞ്ഞതായി പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജലസുരക്ഷ അതീവ ഗുരുതരമായ രീതിയിലേക്ക് നീങ്ങുകയാണ്. 28% ജലാശയങ്ങൾ വികസിക്കുകയും 26% കാര്യമായ മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതായത് മഴ കുറയുമ്പോൾ ഏകദേശം ശരാശരി വിസ്തീർണം 5% കുറയുന്നു. മഴ വീണ്ടും കുറഞ്ഞാൽ 2.7% വരെ ഇടിവുണ്ടാകുന്നു. എന്നാൽ ഗുരുതരമായ പ്രത്യാഘാതം തുടർച്ചയായ 2 സീസണുകൾക്കിടയിൽ ഉണ്ടാകുമ്പോഴാണ്. ദുർബലമായ മൺസൂണിന് പിന്നാലെ വരണ്ട ശൈത്യകാലത്ത് ജലാശയങ്ങളുടെ ശരാശരി വിസ്തീർണം 10% കുറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ സമയപ്രദേശങ്ങളിലെ ഭൂഗർഭ ജലത്തിൻ്റെയും ഉപരിതല ജലസ്രോതസ്സിൻ്റെയും അളവിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഒറ്റ വരൾച്ചയുടെ ആഘാതത്തേക്കാൾ ഏകദേശം 3 ഇരട്ടി കൂടുതലാണ് തുടർച്ചയായി 2 വരൾച്ചയുണ്ടായാൽ. നഷ്ടപ്പെട്ട ജലം അടുത്ത സീസണിൽ പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. ഒരു സീസണിൽ പോകുന്ന വെള്ളം അടുത്ത സീസണിൽ കഴിയുന്നു. 1 ചതുരശ്ര കിലോമീറ്റർ താഴെ വിസ്തീർണമുള്ള ചെറിയ ജലാശയങ്ങളാണ് ഏറ്റവും കൂടുതൽ ചുരുങ്ങുന്നത്. ആഴക്കുറവും പരിമിതമായ ജലലഭ്യതയിൽ കൂടുതൽ ബാഷ്പീകരണവും നടക്കുന്നതിനാൽ ജലവിസ്തീർണം ശരാശരി 14% ഇന്ത്യയിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇതിൽ വലിയ തടാകങ്ങളുമുണ്ട്, ജലസംഭരണികളുമുണ്ട്. മധ്യ ഇന്ത്യയിലെ അർത്ഥവരണ്ട പ്രദേശങ്ങളും ഗംഗാ സമതലങ്ങളും കൃഷ്ണ, കാവേരി, പെന്നാർ നദീതടങ്ങളിലെയും ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത്. മഴക്കുറവും ഭൂഗർഭജലത്തിന് അമിത ഉപയോഗവും ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങളും എന്നിവയാണ് പ്രധാന കാരണം. ഗംഗാ സമതലത്തിലെ ചില പ്രദേശങ്ങളിൽ ജലാശയങ്ങൾ വിസ്തീർണം 60%-ലധികം കുറഞ്ഞതായും. എന്ന് പറഞ്ഞാൽ ഭാരതം രൂക്ഷമായ ജലപ്രതിസന്ധിയുടെ ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഹിമാലയൻ മേഖലയിൽ ചില തടാകങ്ങളുടെ വിസ്തീർണം വർദ്ധിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്, ചെറിയ തോതിലെങ്കിലും. ഉയരുന്ന താപനിലയെ തുടർന്ന് മഞ്ഞും ഹിമാനികളും കൂടുതൽ ഉരുകുന്നതുമാണ് ഇതിനകത്ത് കാരണം. എന്നാൽ ഈ ദീർഘകാല ജലസുരക്ഷയുടെ സൂചനയല്ലെന്നും ഗവേഷകർ ഉത്തരം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രളയങ്ങളുടെ സാധ്യത വർദ്ധിക്കുവാനും പഠനം സൂചന നൽകുന്നു. തുടർച്ചയായുണ്ടാകുന്ന വരൾച്ച സീസണുകളുടെ സംയുക്തമായ ആഘാതം നിർബന്ധമായും പരിഗണിക്കണമെന്നും ഗവേഷകർ പറയുന്നു. വരൾച്ച വർഷത്തെ ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നതിന് പകരം അവ സൃഷ്ടിക്കുന്ന ദീർഘകാല പ്രതിസന്ധികൾ കാർഷിക മേഖലയിലും കുടിവെള്ള മേഖലയിലുമൊക്കെ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി പഠിക്കണം എന്നുള്ള വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയമാണ് ഏറ്റവും അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ രസകരമായ ഒരു വിഷയം. സിന്ധു നദീജല കരാറും നമ്മുടെ രാജ്യവും പാകിസ്ഥാനുമായുള്ള ബന്ധങ്ങളും. രാജ്യാതിർത്തികൾ പങ്കിടുന്ന നദികൾ എന്ന് സംബന്ധിച്ച് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഉപേക്ഷിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. പക്ഷേ പരസ്പര സഹകരണം ആവശ്യം വന്നതാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ആ സിന്ധു നദീജല കരാർ 6 പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്നു. 1960 ഈ കരാർ വലിയ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾക്കപ്പുറം യുദ്ധത്തെയും സൈനിക സംഘർഷത്തെയും നീണ്ടുനിന്ന നയതന്ത്ര സന്ത്രാസങ്ങളുടെയും ഇടയ്ക്ക് നിലനിൽക്കുകയാണ്. പരസ്പര ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാവുകയും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം നിലനിർത്താൻ കഴിയുമെന്നതിനൊരു തെളിവ് കൂടിയാണ് സിന്ധു നദീജല കരാർ. പക്ഷേ അവിടെ പ്രശ്നം വളരെ ഇതാണ്. പഹൽഗാം ആക്രമണത്തോടുകൂടി നമ്മൾ ആ കരാർ ഒന്ന് മരവിപ്പിച്ചു. അത് ജലപരിപാലനത്തിന് വിഷയമല്ല, മറിച്ച് നയരൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമായി അത് മാറുകയും ചെയ്തു. അത് രാഷ്ട്രീയ വിഷയമായി സിന്ധു നദീജല കരാർ മാറി. നമ്മൾ ആവശ്യത്തിന് അവർക്ക് വെള്ളം കൊടുക്കാത്തൊരു സാഹചര്യമുണ്ടായി. എന്തായാലും പുതിയ സംഘർഷങ്ങളുടെ പ്രശ്നങ്ങൾ ബോധപൂർവം ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ സൈനിക ആക്രമണങ്ങളുടെ സന്ദർഭത്തിൽ പോലും ഇത് പിന്തുടരുന്നു. രാഷ്ട്ര സംവിധാനത്തിൻ്റെയും മേഖലയുടെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ് ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ ഇതിൽ കണ്ടിരുന്നത്. ഈ സമീപനം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ദക്ഷിണേഷ്യയിലെ നയതന്ത്ര പരിസ്ഥിതി 60 നിന്ന് വളരെ വലിയ മാറ്റം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ അതിർത്തി തർക്കമാണ് നമ്മളും അവരുമായിട്ട് സിന്ധു നദീജലത്തിൻ്റെ പേരിൽ നടന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും കരാർ സംബന്ധിച്ച് കൂടിയാലോചന നടത്തി
വെള്ളം പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ച് വലിയ ധാരണയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യക്കുള്ള ന്യായമായ അവകാശങ്ങൾ ഉപയോഗിക്കുന്നതിൽ പോലും നിയന്ത്രണം പാലിച്ചിരുന്നു. നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ചയിൽ നമ്മൾ വലിയ നിയന്ത്രണമാണ് പാലിച്ചിരുന്നത്. എന്നാൽ പല കാര്യങ്ങളും നമ്മൾ മന്ദഗതിയിലാക്കുകയും അവർക്ക് വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യൻ സമ്പദ്ഘടന ജലലഭ്യതയും വർദ്ധിച്ചു. ഉയരുന്ന നഗരവൽക്കരണവും വ്യവസായ വികസനവും ഒക്കെ കൂടെ ഇന്ത്യയിൽ കൂടിയപ്പോൾ നമ്മളുടെ ജലാവശ്യങ്ങൾ വർദ്ധിക്കുകയും ഹിമാലയത്തിലെ മേഘവിസ്ഫോടനം കൂടിയായപ്പോൾ തീർച്ചയായിട്ടും മഴയുടെ മാറിയ സ്ഥിതിയും പ്രവചിക്കാനാകാത്ത കാലാവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് സിന്ധു നദിയിലെ ജലം അത്യാവശ്യമാണ് എന്നുള്ള ഇത് വന്നു. സാങ്കേതികവും ശാസ്ത്രീയമായ കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു വിഷയമായി ജലം മാറുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ള വലിയ വിഷയം. ഇന്ത്യയുടെ നയതന്ത്രദാർഢ്യവും രാജ്യാന്തര ഉത്തരവാദിത്വവും നോക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ന്യായമായ അവകാശം സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം രാജ്യത്തിൻ്റെ മാനവികമായ പരിഗണനയും ഉറപ്പാക്കണം. പാകിസ്ഥാനിലാകട്ടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിനപ്പുറം പുതിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അവർ അവിടെ കർഷകർ, നമ്മൾ വെള്ളമില്ലാത്തത് സിന്ധു നദീജലത്തിലെ വെള്ളം കിട്ടാത്തതുകൊണ്ട് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ വലിയ സംഘർഷമാണ് നടക്കുന്നത്. അതും രാഷ്ട്രീയ പ്രശ്നമല്ല, ഭരണ സംവിധാനം പ്രസക്തമാണെന്നാണ് അന്താരാഷ്ട്ര തലത്തിലെ ആഖ്യാനങ്ങൾ. വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചേക്കാം. എന്നാൽ അവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതാവശ്യങ്ങൾക്ക് സിന്ധു നദീജലത്തിലെ ജലം വളരെ പരമപ്രധാനമായ ഒരു വസ്തുവാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ത്യ ജലം എന്ന് ഇന്ത്യ കരാർ, ഇന്ത്യയിലെ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് കേവലം 60കളിലുണ്ടായ സംഘർഷത്തിനപ്പുറം, കേവലം ഒരു നദീജല കരാർ എന്നതിനപ്പുറം രണ്ട് രാജ്യത്തെയും നയതന്ത്ര ബന്ധമായി കൂടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യക്കകത്തായാലും പുറത്തായാലും വലിയ തോതിലാണ് ജലം കൊണ്ട് മുറിവേൽക്കുന്ന ഒരു ജനത ഉണ്ടാകാൻ പോകുന്നത്. കേരളം തന്നെ ജൂലൈ മാസത്തിലാണ്, നമ്മളിപ്പോൾ സമ്മർ സീസണല്ല, ജൂലൈ മാസമാണ്. ആളുകൾ AC ജൂലൈ മാസത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്നൊരു കേരളം നമുക്ക് മുൻപ് സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു. നേരത്തെ നല്ല മഴ കിട്ടുന്ന ജൂലൈ ആയിരുന്നു. എല്ലാ മഴയും മാറി നിൽക്കുന്നു. ജൂണിലും മഴ മാറി, ജൂലൈയിലും മാറി. ഇതെല്ലാം കൂടി ആഗസ്റ്റിൽ നമുക്ക് തരും എന്നും വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രളയവും ഉരുൾപൊട്ടലുമായിരിക്കുമോ കേരളത്തെ കാത്തിരിക്കുന്നത്? ഒരു വശത്ത് പസഫിക് ഓഷനിൽ ഉണ്ടായിട്ടുള്ള ചൂട് കൂടുതലിൻ്റെയൊക്കെ ഫലമായി, എൽനിനയുടെ ഫലമായി വലിയ പ്രതിസന്ധിയാണ് വരാനിരിക്കുന്നത് ഒരു വശത്ത് പറയുന്നു. മറുവശത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെയും ചൈനയുടെയും ജപ്പാൻ്റെയും ഒക്കെ മുകളിൽ അന്തരീക്ഷത്തിൽ മൺസൂൺ പാത്തി 10,000 കിലോമീറ്ററോളം മൺസൂൺ പാത്തി ഉണ്ടായതായും പറയുന്നു. അത് വലിയ മഴ തരുമെന്ന് പറയുന്നു. അപ്പോൾ വളരെ സംഘർഷാത്മകമായ സങ്കീർണമായ ഒരു കാലാവസ്ഥ മാറ്റത്തിലൂടെയാണ് മാനവരാശിയും ഇന്ത്യയും കേരളവും ഒക്കെ സഞ്ചരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം പഠനങ്ങളും കരാറുകളും ഗൗരവതരമായി വരുന്നത്. അപ്പോൾ ജലം കൊണ്ട് നമ്മൾ മുറിവേൽക്കുമോ എന്നുള്ളതാണ് ഈ നൂറ്റാണ്ട് ഇന്ത്യയോട് ചോദിക്കുന്ന ഗൗരവതരമായ വിഷയം. അല്ലാതെ മറ്റ് വിഷയങ്ങളിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകരുത്.